to join as soon as possible. Hello, കേൾക്കുന്നില്ലടാ? ഫെബിന, അഭിലാഷ്, അഭിനവ്. ഹലോ. ഓക്കെ. എല്ലാവരുടെ ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയടാ. 9 മണിയായില്ലേ ക്ലാസ്? ഓക്കെ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയും കേട്ടോ. Okay, so we'll move on to the second module. So we are discussing about the main concepts in chapter 3, that is data pre-processing. In the data pre-processing, you have to study about what is data cleaning, data integration, reduction, transformation, data discretization, and concept hierarchy. So these were the important topics. We discussed about why we need pre-processing, and we discussed about major tasks in data pre-processing. Then we discussed about what is meant by data cleaning. In the data cleaning, we discussed about some of the errors that is happening normally in the case of data, right? Incomplete, noisy, inconsistent, and intentional errors, right? ഇതുവരെ ഓർമ്മയില്ലേ എല്ലാവർക്കും? ഇല്ലേ വിഷ്ണു, അഭിലാഷ്? Okay, sure. So next is about how to handle the missing data. For that, we have studied about few of the techniques, like either you can use a global constant or attribute mean or a most probable value. So these are the some of the options to handle the missing data. That also we discussed. Next is about noisy data. What is meant by noisy data? Noise means the random error or variance in a measured variable, that is known as noise. Then we discussed about what is meant by incorrect attribute value and other data problems like duplicate records, incomplete data, inconsistent data. So these were the some of the problems related with noisy data. Okay, next is how to handle noisy data. This is actually very important question. Normally questions will be asked in this section, like explain binning, explain how to handle noisy data. ഇതിങ്ങനെ തന്നെ question ചോദിക്കാറുണ്ട്. So we'll discuss about what is meant by binning. Binning means first sort the data and partition into equal bins. അതായത് ബിന്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ബിൻസ് എന്ന് വെച്ചാൽ എന്താ, ടിൻ എന്ന് പറയില്ല നമ്മൾ, ഒരു കണ്ടെയ്നർ ഈക്വൽ സൈസുള്ള പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ ഈക്വൽ പാർട്ടീഷൻസിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനാണ് ബിന്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബിന്നിങ് വർക്ക് ചെയ്യാൻ നോക്കാം. ബിന്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യുക, നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റനെ സോർട്ട് ചെയ്ത ഡാറ്റയാണ് ഉണ്ടാവുക. ആ സോർട്ട് ചെയ്ത ഡാറ്റനെ ഈക്വൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് ഡിവിഷൻ ഇസ് നോൺ ആസ് ബിൻ. Each division is known as bin. And binning can be done in 3 ways. Either by bin by means, bin by median, and smooth by bin boundaries. So these are the 3 methods to do binning. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ബിന്നിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബിന്നിങ്ങിന് 3 ബൈ മീൻ, മീഡിയൻ, ബൗണ്ടറി. ഇത്രയുള്ളത്. അപ്പൊ ഇതിൽ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ടാകും വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പം 8,
16 കുറച്ച് ന്യൂമറിക്കൽ ഡാറ്റയാണോ? നോർമലി ന്യൂമറിക്കൽ ഡാറ്റ ആണോ നമ്മളിങ്ങനെ ചെയ്യാം? 8, 16, 9, 15, 21, 21, 24, 30, 26, 27, പിന്നെ 30, 34, 30, 34. These are the datas. And 34. So these are the data. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ആദ്യം സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഐദർ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഡാറ്റാസ് കിട്ടുക? ഇത് നോർമൽ ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന നോർമൽ ഡാറ്റയാണ് ഇത്. ഓക്കെ, സോ അപ്ലൈ സോർട്ടിങ് ഓൺ ദിസ്. അപ്പോൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ സോർട്ടഡ് ഓർഡർ എങ്ങനെ ഉണ്ടാവുക? ആഫ്റ്റർ സോർട്ടിങ് ഇതൊന്ന് സോർട്ട് ചെയ്ത് പറഞ്ഞേ, ഏതൊക്കെ നമ്പേഴ്സ് വരും? 8, 9, പിന്നെ ഏതാ ഉള്ളത്? 15, 16, 21, 21, 24, 26, 27, 27, പിന്നെ 2 30 ഉണ്ടല്ലേ? 30, 30, പിന്നെ 34 അല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഡാറ്റാസ് അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നാല് വീതം സൈസ് ഉള്ള ബിൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെയാ? അതായത് നമ്മൾ ആദ്യത്തെ 4 ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ 4 പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ്, അങ്ങനെ പറയില്ല. അതായത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബിൻ. ഓക്കെ, വി വിൽ ഡു ദ ബിന്നിങ്. അപ്പോൾ ബിന്നിങ് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ആദ്യത്തെ 4 ബിൻ 1 ഉണ്ടാവും, രണ്ടാമത്തെ 4 ബിൻ 2. ഹലോ, ഞാൻ പറയുന്ന ഓഡിയബിൾ അല്ലേടാ? ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേടാ? ഓക്കെ. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന കേസിൽ നമ്മൾ എങ്ങനെ വേണം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? തന്നിരിക്കുന്ന ഡാറ്റനെ ആദ്യം സോർട്ട് ചെയ്യുക. സോർട്ടഡ് ഓർഡറിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ബിൻ 1, ബിൻ 2, ബിൻ 3 എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ വരും, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബിൻ 1 ആദ്യത്തെ 4, 8, 9, 15, 16, ബിൻ 1. ഇനി ബിൻ 2 നെക്സ്റ്റ് 4, 21, 21, 24, 26. ബിൻ 3 27, 30, 30, 34. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി നമ്മൾ ബിന്നിങ് എന്ന് പറയുന്നത്. ബിന്നിങ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് മീൻസ് ഡിവൈഡിങ് ദ ക്ലാസ്സസ്, ഡിവൈഡിങ് ദ നമ്പേഴ്സ് ഇൻ ടു ഈക്വൽ പാർട്ടീഷൻസ്, dividing it into equal partitions and making it a group. That is known as binning. Okay, ഇതിൽ ഇനി അടുത്ത ടെക്നിക്ക് എന്താ? We can apply the binning either by mean, median and boundaries. Right? മീൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ബിന്നിന്റെ മീൻ എത്രയാണ് വരിക നോക്കിയേ. തന്നിരിക്കുന്നില്ലേ? ഫസ്റ്റ് ബിന്നില്ലേ, ഏതാ? ബിൻ 1. Like this. Right.
അപ്പോൾ ഇവിടെയുള്ളതിൽ 8, 9, 15 കേസിൽ ബിൻ സ്മൂത്ത് ബൈ ബിൻ മീൻസ് ആണെങ്കിൽ ഞാൻ ആദ്യത്തെ കേസ് പറയാം. ബൈ ബിൻ മീൻസ് ഇതിന് മീൻ എത്ര വരിക? 8 + 9 + 15 + 16 ഡിവൈഡഡ് ബൈ 4 റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മീൻ എത്ര? 9, 8, 17, 17, 15 + 16, അതായത് ഡിവൈഡഡ് ബൈ 4 നിന്ന് 12 കിട്ടും റൈറ്റ് അല്ലേ? ഇതിന് മീൻ 12 അല്ലേ കിട്ടുമോ? അല്ലേടാ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഹലോ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ആദ്യത്തെ ബിന്നെടുത്ത് ബിന്നിൻ്റെ മീൻ കണ്ടുപിടിച്ചു 12. ഇനി നെക്സ്റ്റ് ബിന്നോ? അപ്പോൾ ബിൻ 1 നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്തുകൊണ്ടാണ് നമ്മൾ ബിന്നിങ് അപ്ലൈ ചെയ്യുന്നത്? ഐദർ നോയ്സി ഓർ ഇൻകറക്റ്റ് ഡാറ്റ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് അല്ല എന്നുള്ള അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള ബിൻ 1 മൊത്തം 12, 12, 12, 12 എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ബിൻ 2ൻ്റെ എത്ര വരിക? ബിൻ 2 ആണെങ്കിൽ 21 + 20, 21, 21, 42, 42 + 20, 60, 65, 65, 85. ഓക്കെ, ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ബിൻ 2ൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 23 ആണ് വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബിൻ 2 വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് 23, 23, 23 ആൻഡ് 23. Now what about bin 3? Bin 3ൻ്റെ മീൻ ഇതുപോലെ കണ്ടുപിടിക്കുക. 27 + 30 + 30 + 34 divided by 4 means you will get the bin medium as 30. So you will replace bin 3 will be replaced with 30, 30, 30 and 30. This process is known as binning and smoothing by bin medium. പറഞ്ഞ മനസ്സിലായോ? ബിന്നിങ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ സ്മൂത്തിങ് പർപ്പസ്. സ്മൂത്തിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പിപ്പിറ്റിലേക്ക് വരാം. ബിന്നിങ് ആണ് നോയ്സി ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആദ്യത്തെ ഒരു ടെക്നിക്കാണ് ബിന്നിങ് എന്ന് പറയുന്നത്. ബിന്നിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിന്നിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മൂത്തിങ് ദ ഡാറ്റ. മോസ്റ്റ്ലി ഡാറ്റ വിൽ ബി ഫുൾ ഓഫ് നോയ്സ് ആൻഡ് ഡാറ്റ സ്മൂത്തിങ് ഇസ് എ ഡാറ്റ പ്രീ പ്രോസസിംഗ് ടെക്നിക് which will help us to remove the noise from the data set. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? If you are given with an unsorted data, what are the steps? If you are given with an unsorted data, first sort the data. After that, divide the data into equal partitions of bin, right? Smoothing the data by equal frequency bin. അതാണ് രണ്ടാമത്തത്. Smoothing data by equal frequency bins. Equal frequency എന്ന് വെച്ചാൽ ഇപ്പം 15 ഉണ്ടെങ്കിൽ നമുക്ക് 5 വെച്ചിട്ട് 3 ബിന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വലിയ നമ്പർ എടുക്കും. ഇപ്പം 15 വേണമെങ്കിൽ ഇപ്പൊ 20 ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ 5 4 ബിന്നായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 10 2 എടുക്കാം. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മീനോ മീഡിയനോ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം വാല്യൂ സംവാട്ട് ക്ലോസർ ആയിരിക്കും. 2 ആകുമ്പോൾ ചിലപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ 8, 9, 15, 16. ഇവിടെ ഇപ്പം മീൻ എടുക്കുന്ന സമയത്ത് 12 വരുന്നത്. 12 ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് വരില്ലല്ലോ. ഇതിന് +4 +3 -3 -4 അങ്ങനെ ഒരു ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. ഇപ്പം 2 ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പിന്നെ ഉള്ളെങ്കിൽ മീനൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഉള്ള വാല്യൂം ആക്ച്വൽ വാല്യൂം ബിന്നിന്റെ മീനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയുള്ള കേസിലാണ് ശരിക്കും അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇൻകംപ്ലീറ്റ് ഡാറ്റ ഉണ്ടാവും, ഇൻകൺസിസ്റ്റന്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊരു ആവറേജ് വാല്യൂ വെച്ചിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ, ദ എറർ റേറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ ആണോ? അപ്പോൾ binning means it is used for handling the noisy data. Here first is sort the data and partition into equal frequency bin. Then one can smooth the bin by means, median and smooth by bin boundaries. ഇനി അടുത്ത കേസ് നോക്കാം. മീഡിയൻ ആകുമ്പോൾ എന്താ ചെയ്യാം? ഇത് നമ്പറിന്റെ കേസിൽ
ന്യൂമറിക്കൽ ഡാറ്റയിലല്ലേ നമ്മൾ മീനും മീഡിയൻ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. നോർമൽ ഇപ്പം ഒരു ടെക്സ്റ്റ് ഡാറ്റേന്റെ കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ മീഡിയനും മീനൊന്നും എടുക്കാനാവില്ലല്ലോ. ഓക്കെ ഓക്കെ. ശരി. ദെൻ മൂന്നാമത്തെ ടെക്നിക്ക് എന്താ? ബിൻ മീഡിയൻ ആണെങ്കിലോ ഈ സംഭവത്തിന്റെ മീഡിയൻ കണ്ടുപിടിക്കുക. ഈ തന്നിരിക്കുന്ന ഡാറ്റന്റെ മീഡിയൻ വാല്യൂ വെക്കുക, എന്നിട്ട് റീപ്ലേസ് ചെയ്യുക. ഇനി മൂന്നാമത്തേത് ഇപ്പോൾ ബൗണ്ടറീസ് ആണെങ്കിലോ, ബൗണ്ടറി വാല്യൂ ആണെങ്കിലോ, ഇപ്പം ഒരു എക്സാമ്പിൾ തരുവാണ്. ഇത് തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇതാ നോക്കൂ. 8, 9, 15, 16 തന്നു. ഇതിൽ ബൗണ്ടറി വാല്യൂസ് ഏതൊക്കെയാ? എയ്റ്റല്ലേ മിനിമം വാല്യൂ അല്ലേ? അതായത് ഇവിടെ നോക്കൂ നിങ്ങൾ 8, 9, 15 ആൻഡ് 16 എടുത്തു. അപ്പോൾ 8 and 9 ഇസ് ക്ലോസ്ലി റിലേറ്റഡ്, റൈറ്റ്? അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ലോവസ്റ്റ് ബൗണ്ടറി എടുക്കുക, അപ്പർ മോസ്റ്റ് ബൗണ്ടറി എടുക്കുക. ലോവസ്റ്റ് ബൗണ്ടറി എത്ര? 8. 8ഉം 9ഉം തമ്മിൽ 1ന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനെ 8 വെച്ച് റിപ്ലേസ് ചെയ്യുക. 15ഉം 16 എടുക്കുന്ന സമയത്ത് ഈ 16 എന്ന് പറയുന്ന വാല്യൂ 15 is more closely related with 15. So I will replace 16 and 16. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ലോവർ ബൗണ്ടറി എടുക്കുക, അപ്പർ ബൗണ്ടറി എടുക്കുക, നെക്സ്റ്റ് വാല്യൂസ് ഏതിനെയാണ് ക്ലോസ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിലോ 21 ആണ് ലോവസ്റ്റ് ബൗണ്ടറി, സോ 21, 21. ഇവിടെ ആണെങ്കിലോ 26 അപ്പർ ബൗണ്ടറി, 26, 26. ഇവിടെ ആണെങ്കിൽ 27, 27, 27, 34 വരും. ഓക്കെ ആണോ? ഇപ്പൊ അത് മനസ്സിലായോ? ഇതിന് മീൻ കണ്ടുപിടിക്കുന്നതിന് പകരം മീഡിയൻ ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്തൊരു ടെക്നിക്കാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ബൈ ഫിറ്റിംഗ് ദ ഡാറ്റ ഇൻ ടു റിഗ്രഷൻ ഫങ്ഷൻസ്. നമുക്ക് തന്നിരിക്കുന്ന നമുക്കിപ്പം എന്തിനാണ് ശരിക്കും നമ്മൾ നോയ്സി ഡാറ്റ ആയതുകൊണ്ടാണല്ലോ നമ്മൾ റീഗ്രഷൻ അല്ലെങ്കിൽ ബിന്നിങ് എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോയ്സി ഡാറ്റ എന്ന് പറയുമ്പോൾ ഐദർ ഇൻകംപ്ലീറ്റ് ഡാറ്റ ആവാം, ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ ആവാം, അല്ലെങ്കിൽ എറേനിയസ് ഡാറ്റ ആവാം. അപ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്ന കേസിൽ ഇറ്റ് ഈസ് ബൈ റിഗ്രഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുക? സ്മൂത്ത് ബൈ ഫിറ്റിംഗ് ദ ഡാറ്റ ഇൻ ടു എ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു വാല്യൂ, അതായത് ഇപ്പോൾ കുറച്ചൊരു സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് വെച്ചാൽ ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി, ഏതെങ്കിലും ഒരു ഡാറ്റേൻ്റെ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസ്യൂം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് എവിടെയാണ്, ഇതിനെ കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെയാണ് കിടക്കുന്നത് വിചാരിച്ചോ. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കുറേ പോയിന്റ്സ് എന്നാണല്ലോ നമ്മൾ ഓൾമോസ്റ്റ് പ്ലോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ഫംഗ്ഷൻ വിൽ പ്രെഡിക്റ്റ് നമ്പർ. അതായത് എത്ര പ്രോബബിലിറ്റിയിൽ അത് ഹാപ്പൻ ചെയ്യും എന്നുള്ളതാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വരാം, അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റേൻ്റെ മീൻസ് സ്ട്രെങ്ത് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ അനാലിസിസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റ അനാലിസിസ് ശരിക്കും എന്ത് വെച്ചിട്ട് അവർ ചെയ്യുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക്, ഏതെങ്കിലും ഒരു കമ്പനീന്റെ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ, മീൻസ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഇത്രയായിരിക്കും പ്രൈസ് വെച്ച് 1000 ആയിരുന്നു, 100 ആയിരുന്നു എന്ന് വിചാരിച്ചോ. പക്ഷെ അവർ പറയുകയാണെങ്കിൽ ഇൻ 6 months അത് ഒരു 1000ലേക്ക് വരാം എന്ന് പറയുന്ന സമയത്ത് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉള്ള കറന്റ്ലി കമ്പനി സ്റ്റാറ്റസ് അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്രത്തോളം അവർക്ക്
പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിലാണ് അവർ പറയുന്നത് ഇത്രത്തോളം വരാം. അതായത് they are considering in a regression, it is a statistical function. It will consider the strength and characteristics behavior of that particular area and will predict some values. So ഇപ്പോൾ ഈ സ്മൂത്തിങ് എന്തിനാ ശരിക്കും അവിടെ ആവശ്യം വരുന്നത്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റേന്റെ കേസിൽ കുറേ ഡാറ്റാസ് ഉണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ഡാറ്റ അവിടെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ് ബൈ യൂസിങ് റിഗ്രഷൻ ഫംഗ്ഷൻ, റൈറ്റ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഗസ് എന്നല്ല, it's a prediction by analyzing the strength and characteristic behavior of that particular scenario. That is known as regression. And what is the next method? Next method is clustering. Clustering means detect and remove outliers. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ക്ലസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും അടുത്തടുത്ത് നിൽക്കുന്ന സാധനങ്ങൾക്ക് സിമിലർ ബിഹേവിയർ ആയതുകൊണ്ട് അതിനെ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിന് പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ വിൽ കൺസിഡർ ആസ് എൻ എറർ. സോ ക്ലസ്റ്ററിംഗ്, ഡിറ്റക്ട് ആൻഡ് റിമൂവ് ഔട്ട്ലിയേഴ്സ്. ഓക്കെ, ദെൻ കമ്പൈൻ കമ്പ്യൂട്ടർ ആൻഡ് ഹ്യൂമൻ ഇൻസ്പെക്ഷൻ. ഡിറ്റക്ട് സസ്പീഷ്യസ് വാല്യൂ, check by human, deal with possible outliers. So these are the some methods to handle noisy data. So what are the methods for handling noisy data? Either you can use a binning method or a regression, clustering, or by the interaction with a combined effort of human and computer and human inspection. So these are the methods to solve noisy data. ഓക്കെ ആണോ ഈ പറഞ്ഞത്? ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബിന്നിങ് എന്ന് പറയുന്നത്. എപ്പോഴും 4 മാർക്കിനായിക്കോട്ടെ അല്ലെങ്കിൽ എസ്എന്റെ പോർഷൻ ആയിക്കോട്ടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിന്നിങ്. ബിന്നിങ് എന്താ? ഇറ്റ് ഈസ് a method for handling noisy data. Binning will help you to smooth the data. How you can smooth it? Smooth by bin means, or smooth by bin median, or smooth by bin boundaries. ഇത്രയാണ് മെത്തേഡ്സ്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഓക്കെ. Now we will move on to the next topic. ഇപ്പോൾ നമ്മൾ ഡാറ്റ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഡാറ്റ ക്ലീനിങ്ങിൽ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് മീൻ ബൈ നോയ്സ് ഡാറ്റ, വാട്ട് ഈസ് മീൻ ബൈ ഇൻകംപ്ലീറ്റ്, ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ, ഹൗ ടു ഹാൻഡിൽ ദ മിസ്സിംഗ് ഡാറ്റ ലൈക്ക് റിഗ്രഷൻ, ബിന്നിങ്, then human interaction between human and computer, joint effort, right? So these are the, and clustering also. So these are the some techniques. Okay, ശരി. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. ഇനി അടുത്ത ടോപ്പിക് എന്നാണ് ഡാറ്റ ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കമ്പൈനിങ് ദ ഡാറ്റ ഫ്രം heterogeneous environment or heterogeneous source. That is known as data integration, right? Okay, in data integration, combine the data from multiple sources into a coherent store. That is known as data integration. Here we can do schema integration. അതായത് സ്കീമ എന്നിട്ട് ഉദ്ദേശിച്ചത് നമ്മൾ കുറേ ടൈപ്പ് സ്കീമ പഠിച്ചില്ല. സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ, അങ്ങനെ ചിലപ്പോൾ ഓരോ ഡാറ്റ അറേഞ്ച്മെന്റ്സും നമ്മൾ ഓരോ സ്കീമാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ദ മെറ്റാ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അതിൽ ഓരോ ഡാറ്റാസിനും ഓരോ ടൈപ്പ് സ്കീമ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടി, അല്ലേ? ഇപ്പൊ ഇത് നോക്കിയേ, a.customer_id ഇതാണ് ഒരു ഡാറ്റാബേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് ചോദിച്ചോ. കസ്റ്റമർ ഐ ഡിക്ക് പകരം a.customer_id. വേറൊരു ഡാറ്റാബേസിൽ കസ്റ്റമർ ഐ ഡിക്ക് പകരം ഹാഷ് എന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചോ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ യു മേ ഹാവ് സം കോൺഫ്ലിക്ട്സ്
while combining the data. So in data integration, schema integration is one of the basic challenge. നമുക്കിങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് രണ്ടിനും രണ്ട് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ലീഡ്സ് ടു സം കോൺഫ്ലിക്ട്സ്. So integrating metadata is a very big challenge in the case of data integration. Next is entity identification problem. Identify real-world entities from multiple data sources. Example, Bill Clinton and William Clinton. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പം സെക്കൻഡ് നെയിം മാത്രം എടുക്കുകയാണെങ്കിൽ ക്ലിൻറ്റൺ ആൻഡ് ക്ലിൻറ്റൺ എന്ന് കിട്ടും. പക്ഷെ ഫസ്റ്റ് നെയിം നോക്കുന്ന സമയത്ത് ഒന്ന് ബില്ലാണ്, ഒന്ന് വില്യം ആണ്. അപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് എൻറ്റിറ്റി ഐഡന്റിഫിക്കേഷനിലൂടെ പ്രോബ്ലം വരും. ആരാണ് ക്ലിൻറ്റൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ബിൽ ക്ലിൻറ്റനെ ആണോ വില്യം ക്ലിൻറ്റൻ ആണോ കോൾ ചെയ്തതെന്ന് ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പൊ ഡാറ്റാബേസ് ക്വറി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് എൻറ്റിറ്റി ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം. ഐഡന്റിഫൈ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഫ്രം മൾട്ടിപ്പിൾ ഡാറ്റാ സോഴ്സസ്, ദാറ്റ് ഈസ് നോൺ ആസ് എൻറ്റിറ്റി ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം. And next is detecting and resolving data value conflict. For the same real world entity, attribute values from different sources are different. That is one criteria. Or another is like possible reason, different representation, different scales, different metrics. ഇപ്പം നിങ്ങൾക്ക് അറിയാം ചില കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റാസ് മീൻസ് ഏതെങ്കിലും ഒരു വാല്യൂ എന്ന് വിചാരിച്ചോ, പ്രഷറിന്റെ വാല്യൂ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ചിലപ്പോൾ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, ചിലപ്പം വേറൊരു ഡാറ്റാബേസ് അത് ഫാരൻഹീറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് തമ്മിൽ കോൺഫ്ലിക്ട്സ് വരാലോ. സോ ദീസ് ആർ ദ some problem related with data integration, like detecting and resolving data value conflict. Sometimes some real world entity and attribute values from different sources are different, and sometimes due to some different representation, different scale, and due to some different metrics that may be also different. ഇതാണ് നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡാറ്റ ഇൻറ്റഗ്രേഷന്റെ ബേസിക്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിൽ ഡാറ്റ ഇൻറ്റഗ്രേഷനിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് റിഡൻഡന്റ് ഡാറ്റ occur often when integration of multiple databases. അത് ഒരേ രണ്ട് ഡാറ്റാബേസിലും ചിലപ്പം സെയിം ഡാറ്റ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, റിഡൻഡൻസി എന്ന് പറയും, റൈറ്റ്? There it will leads to object identification and derivable data. Like the same attribute or object may have different names in different databases. ഇപ്പൊ നിങ്ങൾക്കറിയാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പം ടോട്ടൽ എമൗണ്ട് ഡെബിറ്റഡ് എന്നുള്ളത് നമ്മൾ എത്ര പൈസ പിൻവലിച്ചു എന്നുള്ളത് ഡെബിറ്റിൽ വരുന്ന വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ കസ്റ്റമർ ഡാറ്റാബേസിൽ ഈ ഡെബിറ്റ് ചെയ്ത പൈസ, അതായത് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, സെയിം സാധനത്തിന് തന്നെ ഡിഫറെന്റ് നെയിംസ്, സെയിം ആട്രിബ്യൂട്ട് ഓർ ഒബ്ജക്ട് മേ ഹാവ് ഡിഫറെന്റ് നെയിംസ് ഇൻ ഡിഫറെന്റ് ഡാറ്റാബേസസ്. ദാറ്റ് കോൺഫ്ലിക്റ്റ് ഇസ് നോൺ ആസ് ഒബ്ജക്ട് ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് ഇസ് ഡിറൈവബിൾ ഡാറ്റ. അത് നിങ്ങൾക്കറിയാം, വൺ ആട്രിബ്യൂട്ട് മേ ബി ഡിറൈവ്ഡ് attribute in another table, like annual revenue. അതായത് നോർമലി നമ്മളിപ്പം മന്ത്ലി ക്വാർട്ടർലി റവന്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആനുവലി റവന്യൂ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് പ്രോബ്ലംസ് വിൽ കോസസ് റിഡൻഡൻസി ഇൻ സം കേസസ്. Redundant attributes may be able to detect by either by correlation analysis or a covariance analysis. ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സിനെ കണ്ടുപിടിക്കുക. കോറിലേഷനും കോവേരിയൻസും അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ടൈം ആയില്ലേ? ഓക്കെ, എന്നാ അറ്റൻഡൻസ് പറഞ്ഞു എല്ലാവരും. അഭിലാഷ്, Abhinav, Anusri, Arjun, Ashwin, Adul Dinesh,
Abdul Satyapal. Okay, Fibina Fajr. Divishina. Fibina Fajr. Jasim ഇല്ലേ ജാസിം ജാസിം മിഥിലാജ് മിഥിലാജ് ഇല്ല മിഥിലാജ് മൃദുല ഉണ്ടോ മൃദുല ഓക്കെ മുഹമ്മദ് ജാസിം ഉണ്ടല്ലേ റമീസ് റമീസ് ഉണ്ടോ റമീസ് റമീസ് ശരത് ശരത് ഉണ്ടോ ഉണ്ടോ സർഗ ഷബ്ന ശ്രീരാജ് സൗരഭ് സുബിൻ രാജ് ശരത് ഉണ്ടല്ലോ ഓക്കെ ശരത് ഉണ്ട് സുബിൻ രാജ് ഇല്ലല്ലോ ശ്രീരാജ് പ്രസന്റാണ്. ഓക്കെ വിഷ്ണു ഉണ്ട് അമൃത അശ്വതി ദിതിന ഹരിത അമൽ സന്തോഷ് അശ്വതി ഒക്കെ ദിതിന ഹരിത ശരി അപ്പോൾ ആരൊക്കെയാ സുബിൻ രാജ് ആബ്സെന്റ് ആണ് പറയണേ അശ്വതി ഓക്കെ then I'll stop here. I will continue next class.